അത് കൂട്ടാ പടക്കം ഒരു പടക്കം വാങ്ങിച്ചാ നിനക്ക് ഇഷ്ടപ്പെട്ടതിനെ വാങ്ങിയേ? അത് ഇത്രയും കുറച്ച് വാങ്ങിച്ചേ? പടക്കം വാങ്ങാൻ പോവാടാ എന്ന് പറഞ്ഞപ്പോൾ ഓടിക്കുതിച്ച് വരുന്ന വരവാണിത്. അവനെയും കയറ്റി നേരെ പടക്കക്കടയിലേക്ക്. മുക്കിന് പടക്കക്കടകൾ, റോഡ് മൊത്തത്തിൽ നല്ല തിരക്ക്. അവസാനം താരതമ്യേന തിരക്ക് കുറഞ്ഞൊരു കട കണ്ടുപിടിച്ച് അവിടെ ഞങ്ങൾ കയറി. അവിടെയും അത്യാവശ്യം തിരക്ക് തന്നെ. ആദിക്ക് എങ്ങനെയെങ്കിലും ബൈക്കിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി കടയിലേക്ക് കയറിയാൽ മതി. ആദിയും ഗോപും കൂടെ നമുക്ക് ആവശ്യമുള്ള കമ്പിത്തിരിയും മത്താപ്പവും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ്. അധികം ഒച്ചപ്പാടുള്ള പടക്കങ്ങൾ ഞങ്ങൾ എടുത്തില്ല, കാരണം അമ്മമാർക്ക് അത് പേടിയാണ്. പോരാഞ്ഞ് ആദ്യം കുഞ്ഞാണല്ലോ. അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചെത്തി കലാപരിപാടിയിലേക്ക് കിടന്നു. അപ്പോഴേക്കും അമ്മ ദീപാവലി അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നു. ആദ്യം അവൻ്റെ മാസ്റ്റർ പീസായ തോക്കും പൊട്ടാസിലേക്ക് കൈവച്ചു. പിന്നെ ആരും കാത്തു നിന്നില്ല. കമ്പിത്തിരികളും മത്താപ്പൂവിലേക്കുമായിരുന്നു എല്ലാവരുടെയും നോട്ടവും. എല്ലാവരും കുഞ്ഞു പിള്ളേരെ പോലെ കമ്പിത്തിരി എടുത്ത് വെച്ച് കറക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞാനും മിണ്ടാണ്ട് നിന്നില്ല. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ഞാൻ ഉണർത്തി. കെട്ടിയൊരു കുട്ടിയായിട്ടും നമ്മളുടെ കുട്ടികളിയൊന്നും മാറിയിട്ടില്ല. അതേ വൈബിലൊരു അനിയനും. പൂത്തിരി കത്തിക്കാൻ പോകുന്ന അമ്മമാരാണ്. ആദ്യത്തെ ശ്രമം തന്നെ പാളി. ആ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. പക്ഷേ അവരെ വിട്ടില്ല. രണ്ടാമത്തെ ഉദ്യമം അവർ സക്സസ് ആക്കി. കൊച്ചുജനും മോനും കൂടെയായിരുന്നു അടുത്ത കലാപരിപാടികൾ. കൂടെ അമ്മമാരും കട്ടയ്ക്ക് നിന്നു. ശരിക്കും അമ്മമാരുടെ സന്തോഷത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ അതിനേക്കാൾ കുട്ടികളായ പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും അനിയനും കുറച്ച് മുളക് പടക്കങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഇലയുടെയും കഴിച്ച് പരിപാടികൾ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.